പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, അങ്ങയുടെ മക്കളുടെ യാത്രകളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകമെമ്പാടും ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ, ഏകസ്ഥരായി താമസിക്കുന്നവരെ, ഒരു അഭിപ്രായമോ ഒരു തീരുമാനം എടുക്കാനോ അഭിപ്രായം ഇല്ലാത്തവരെ, അഭിപ്രായം പറയാനില്ലാത്തവരെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങൾ അങ്ങയുടെ തിരുസേനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ യാത്രകളെല്ലാം ശുഭമാക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്നു.
അപ്പാ, സ്വർഗീയപ്പാ, അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ അങ്ങ് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ആവശ്യതകൾ, മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ, സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ, ഹൃദയഭാരം പേറുന്നവരെ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മുട്ടുകൊഴിഞ്ഞു പോകുന്നവരെ, രോഗം മൂർച്ഛിക്കുന്നവരെ, എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ മൂർത്താവ് തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ ശക്തി നിർഗമിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ട് ഒരു ആത്മവിശ്വാസത്തോടെയുള്ള വിശ്വാസ ജീവിതം, വിശ്വാസ ജീവിതത്തിന് തന്നെ പല ആൾക്കാർക്കും ആത്മവിശ്വാസമില്ല. ചിലർക്ക് ആത്മവിശ്വാസമുണ്ട്. കാര്യം ഈ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ആത്മധൈര്യം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം അതിനുള്ള ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം എന്താ? നമ്മുടെ ആസ്തി ഭദ്രത വർദ്ധിപ്പിക്കുന്നതാണ്. എന്താണ് ആസ്തി ഭദ്രത എന്ന് പറയണത്? നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവാണ്. പഴയ നിയമത്തെ ലീഡറിൻ്റെയും പുതിയ നിയമത്തെ ലീഡറിൻ്റെയും ഒരു മൗലികമായ ഒരു കോമൺ ഫാക്ടറുണ്ട്. പഴയ നിയമത്തിലെ ലീഡർ ആരാണ്? മോസസ്. പുതിയ നിയമത്തിലെ ലീഡർ ആരാണ്? പത്രോസ്. പത്രോസിനോടും മോസസിനോടും തമ്മിലുള്ള ഇവർ തമ്മിലുള്ള കോമൺ ഫാക്ടർ എന്ന് അറിയാമോ? ഇവർക്ക് കുറിച്ച് ദൈവത്തിന് നല്ല അറിവുണ്ട്. അതുതന്നെയാണ് മോസസിൻ്റെയും പത്രോസിൻ്റെയും ആത്മവിശ്വാസത്തിന് ആധാരം. ആ ആത്മവിശ്വാസമാണ് ഇവർക്ക് രണ്ടുപേർക്കും ആത്മധൈര്യം നൽകിയത്. ഇപ്പം ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ച് അറിവുണ്ടാകണം, നല്ല അറിവുണ്ടാകണം ദൈവത്തിന്. ഇപ്പം മോസസിനോട് ഇപ്പം കാര്യങ്ങൾ സാധിക്കുന്നില്ലേ? പല വിഷയങ്ങളും നമ്മൾ പറയുന്നത് ദൈവം നമ്മളെ സഹായിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ദൈവത്തെ നമ്മളെക്കുറിച്ചുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കാര്യം, ഒരു ഫാക്ടർ അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം പറയുന്നില്ലേ, നീ ഈ പറഞ്ഞ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരാം. കാരണം എന്താണ്? എനിക്ക് നിന്നെ അറിയാം. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും. പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എക്സസൈസ് കാര്യത്തിൻ്റെ അധിക കാര്യമായി ഇപ്പം. അപ്പം ഈ അധിക കാര്യമാണെങ്കിൽ പോലും ഞാൻ നിനക്ക് ചെയ്തു തരാം. കാരണം എന്താണ്? എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ. അതായത് ദൈവത്തിന് അറിയാവുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകണതാണ്. അപ്പം ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകുന്ന കുറേ കാര്യങ്ങൾ മോസസിൻ്റെ നിലപാടിലും നയത്തിലും സമീപനത്തിലുമൊക്കെ ഉണ്ട്. അതാണ് ഇങ്ങനെ ലീഡറാക്കണതിൻ്റെ കാരണം. അപ്പം അതിൻ്റെ അകത്ത് ഒരു കാരണത്തിന് കഴിഞ്ഞാൽ ഇപ്പോൾ അബിമലേക്കും അവരുടെ യുദ്ധമില്ലേ, പുറപ്പാട് 17 യുദ്ധം. അപ്പോൾ മോസസ് യുദ്ധം, പ്രാർത്ഥനയെ യുദ്ധം പോലെ തന്നെയാണ് കാണുന്നത്. ജോഷുവനെ യുദ്ധം ചെയ്യാൻ വിടുന്ന പോലെ തന്നെയാണ് മോസസ് പ്രാർത്ഥനയെ കാണുന്നത്. താഴ്വാരങ്ങളിൽ ജോഷുവ യുദ്ധം ചെയ്യുമ്പോൾ മലമുകളിൽ മോസസ് യുദ്ധം ചെയ്യും. എന്താണ്? കൈ ഉയർത്തിപ്പിടിച്ച് നിന്നാണ് യുദ്ധം ചെയ്യും. പ്രാർത്ഥനാ ജീവിതത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത ഒരാളാണ് മോസസ്. പക്ഷേ അത് എൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതുകൊണ്ട് മോസസ് പറയുന്നുണ്ട് പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. പുറപ്പാട് 17:11
മോശ കരങ്ങളുയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം അപ്പൊ യുദ്ധം ചെയ്യണത് യുദ്ധമാണത്. എന്താണ്? മോസസ് യുദ്ധം ചെയ്തപ്പോഴെല്ലാം, പ്രാർത്ഥിച്ചപ്പോഴെല്ലാം എന്നുള്ള രീതിയിലാണ് പറയണത്. മോസസ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. ഇത് ജോഷുവായും ഇത് അംഗീകരിക്കുന്നുണ്ട്. കാര്യം വാളുകൊണ്ടല്ല ഇസ്രായേൽ യുദ്ധം ചെയ്യണത്, കർത്താവിൻ്റെ വചനം കൊണ്ട് ആണെന്ന് ഉള്ള ഈ ആശയം യുദ്ധം ചെയ്യുന്ന ആളിനുമുണ്ട്. അതുകൊണ്ടാണ് അഹ്റോനും ഹൂറും മോസസിന് ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് മോസസിൻ്റെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കണത്. എന്തൊരു കാഴ്ചയാണെന്നറിയാവോ? നമ്മളൊരു ജന്മം പറഞ്ഞാൽ തീരത്തില്ല അതിൻ്റെ ഊർജം. അത്രയ്ക്ക് ഊർജ സ്രോതസ്സാണ് ആ സംഭവം. Praise the Lord. Praise the Lord. Praise the Lord. ശ്രദ്ധിക്കുക, കുറച്ച് നേരമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടും, അത് ഉറപ്പാണ്. ഞാൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവപ്പെട്ടിട്ടാണ്, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അനുഭവപ്പെട്ടിട്ടാണ് പറയുന്നത്. അപ്പം അത് വെറുതെ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കേട്ട് പറയുന്നതില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു പുസ്തകം ഉണ്ടാകേണ്ടതാണ്. ശ്രദ്ധിച്ചോ, അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണവർ. നിങ്ങളെ പ്രശ്നം എന്ത് തന്നെ ആണെങ്കിൽ, എന്ത് സംസാരിച്ചിട്ടോ അപ്പുറത്തിപ്പുറത്ത് സംസാരിച്ചിട്ടോ അതിനൊന്നും മറുപടി കിട്ടാൻ പോകുന്നില്ല. ആദ്യം ഒരു ബോധ്യം ഉണ്ടാകണം, ഇവിടെ ഈശോയുടെ മുമ്പിലാണ് ഇരിക്കുന്ന, മാതാവ് ഇവിടെ ഉണ്ട്. ഒരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ സംസാരിക്കുന്നതും ശ്രദ്ധിക്കാത്തതും. ഇപ്പോൾ ഇവിടെ ഈ വേദിയിൽ പട്ടാളക്കാരും മോദിയും ഉണ്ടെങ്കിൽ, പ്രൈം മിനിസ്റ്റർ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സംസാരിക്കുക. അവർ പിടിച്ച് പുറത്താക്കില്ലെങ്കിൽ അങ്ങനെ എന്നെ കൊണ്ടുപോയി അപ്പുറത്തേക്കാക്കും. ഒരു പേടിയും ബോധ്യവും ഉണ്ടാകും. നമുക്ക് ആദ്യം വേണ്ടിയത് ബോധ്യമാണ്. ബോധ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോട്ടെ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുക, ആരാധന. ഈശോയെ സ്തുതിക്കുക, ആരാധന. ഈശോയെ സ്തുതിക്കുക, ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ദൈവത്തെ പഠിക്കുക. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ, ഈ കൂട്ടത്തിൽ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, ഈ കൂട്ടത്തിൽ എവിടെ രണ്ടുപേര് എൻ്റെ നാമത്തിൽ കൂട്ടണോ ആ കൂട്ടത്തിൽ ഞാനുണ്ടാവുന്ന ഈശോ വാക്ക് പറഞ്ഞിരിക്കുക. ഈശോയെ കൊണ്ട് സാധിക്കാത്ത ഒറ്റ കാര്യമുള്ളൂ, വാക്ക് തെറ്റിക്കാൻ പറ്റില്ല. ഈശോയ്ക്ക് ഇവിടെ വന്നേ പറ്റൂ. ഇവിടെ സാന്നിധ്യമുണ്ട്, അമ്മ മാതാവ് കൂടെ ഉണ്ട്. നമ്മളെ പ്രശ്നത്തിന്, ഈ ലോകത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ പരിഹാരവും
ഈശോ വഴി അമ്മയുടെ കയ്യിലേ ഉള്ളൂ. കുറച്ച് നേരത്തേക്ക് നിങ്ങൾ വിശ്വസിക്കുക. എൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ എടുത്തോ, ഞാൻ പറയണത് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ എടുത്തോ, എന്തായാലും ഈശോയുടെ വാഗ്ദാനമുണ്ട്. ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് അനുഭവമാണ് ഞാൻ പറയണം, കിട്ടിയിരിക്കും. അതിനു മുമ്പ് ഈശോനെ മനസ്സിലാക്കുക. നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിശ്വാസം കുറവാണ്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ദൈവത്തെ ആശ്രയിച്ചില്ല ഇരിക്കുന്നത്. നമ്മൾ പലവരോടും കരഞ്ഞ പറയുന്നത്, പലവരോടും ദൈവത്തെ വിട്ടിട്ട് പലവരോടും നമ്മൾ സഹായം ചോദിച്ചാൽ പോകുന്നത്. അവർക്കൊന്നും നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്കറിയേണ്ടത് പറയേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമായിരിക്കണം. ഈശോ നമ്മളെ മനസ്സിലാക്കിയതുപോലെ നമുക്ക് ഒരിക്കലും വേറെ ആരും നമ്മളെ മനസ്സിലാക്കില്ല. ഒരു കുഞ്ഞിനെ എടുത്തോ, ചെറിയ കുഞ്ഞ്, അത് താഴെ വീഴുമ്പോൾ നടക്കുമ്പോഴത്തേക്കും വീണ് പോയാൽ അത് ശ്രദ്ധിക്കുന്നത് അമ്മയോ അച്ഛനോ അതിനെ കാണുന്നുണ്ടെങ്കിൽ അത് വീണിട്ട് എണിക്കില്ല, കരഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ വന്ന് എടുത്ത് വിടട്ടെ എന്ന് പറഞ്ഞിട്ട്, എണിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ കിടക്കും. അമ്മയോ അച്ഛനോ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അത് തനിയെ പൊടിയും തട്ടി തനിയെ ആരും കണ്ടില്ല എണിച്ചു പോകും, കരയൊന്നുമില്ല. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ കുഞ്ഞുങ്ങളെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ സ്നേഹത്തിന് ദാഹിക്കണം. എൻ്റെ മോൻ കഴിഞ്ഞ ആഴ്ച അവൻ +2 പഠിക്കുക. മെഴുതിരി കത്തിക്കുമ്പോഴത്തേക്ക് അവൻ്റെ കൈ ഒന്ന് പൊള്ളി. അപ്പോൾ ഞാൻ വൈകുന്നേരം 9 മണിക്കാണ് തിരിച്ചു വന്നത്. പുറത്ത് പോയിട്ട് ബിസിനസ്സായിട്ട് പോയിട്ട് 9 മണിക്കാണ് തിരിച്ചു വന്നത്. എൻ്റെ കാറിൻ്റെ സൗണ്ട് കേട്ടിട്ട് അവൻ പുറത്ത് ചാടി ഓടി വന്നിട്ട്, അവനിക്ക് കാലത്തെ പൊള്ളിയതാണ്. പക്ഷെ അപ്പോൾ വേദന ഒന്നും ഉണ്ടാകില്ല. അവൻ ഒരു പാട് കൊണ്ടുവന്നിട്ട് വിരൽ തുമ്പ് ഇങ്ങനെ എന്നെ കാണിച്ചിട്ട് പറഞ്ഞ്, എനിക്ക് മെഴുതിരി കത്തിച്ചപ്പോൾ ഇത് പൊള്ളി കേട്ടാ. അപ്പോൾ ഞാൻ വിരലേക്കൊന്ന് തൊട്ട്, സാരമില്ലടാ ശരിയാവും പോട്ടെ, പ്രശ്നം തീർന്നു. പറയുന്നവരെ അവനിക്ക് സമാധാനമില്ല. എൻ്റെ വേദന എൻ്റെ അച്ഛനെ അറിഞ്ഞിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. നമുക്കും ഇതുപോലെ ഒരു നിർബന്ധം ഉണ്ടാകണം. വേറെ ആരും അറിഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ പ്രശ്നം. ആരോടും കരയരുത്, ആരോടും പറയരുത്. ദൈവമായിട്ട് അടുക്കാനുള്ള മാർഗമാണ് ഞാൻ പറയുന്നത്. എൻ്റെ അച്ഛൻ അറിഞ്ഞാൽ മതി, എൻ്റെ അമ്മ അറിഞ്ഞാൽ മതി, മാതാവ് അറിഞ്ഞാൽ മതി, എൻ്റെ ഈശോ അറിഞ്ഞാൽ മതി. ദൈവമായിട്ട് അടുക്കണമെന്നുണ്ടെങ്കിൽ ഈശോ പറഞ്ഞിരിക്കുക, യോഹന്നാൻ 6:35, ഞാൻ ജീവനുള്ള അപ്പമാണ്, എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിനക്ക് വിശക്കില്ല, എൻ്റെ വചനം നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിനക്ക് ദാഹിക്കില്ല. ദൈവം ആഗ്രഹിക്കുക. ദാഹം എന്ന് പറയണത് സ്നേഹമാണ്. നിനക്ക് സ്നേഹത്തിൻ്റെ ദാഹം ഉണ്ടാകില്ല. എന്നിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിനക്ക് ദാഹം ഉണ്ടാകില്ല. നിനക്ക് വിശക്കില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് ജീവിത സാഹചര്യത്തിൽ എന്തൊക്കെ വിശപ്പുണ്ടോ, നീ ദൈവത്തിനോടൊപ്പം ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിനക്ക് വിശപ്പുണ്ടാകില്ല. നമ്മൾ ഇതെല്ലാം കേൾക്കും, പക്ഷേ നമുക്കത് പ്രയോജനം ചെയ്യാത്തത് നമ്മൾ വിശ്വസിക്കില്ല, പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരില്ല അത്. അപ്പോൾ ദൈവമായിട്ട് ദൈവത്തിന് എപ്പോഴും ഇഷ്ടമാണ് എൻ്റെ മക്കൾ എന്നോട് ചേർന്ന് നിൽക്കണം.
എൻ്റെ മക്കൾ എന്നോട് ചേർന്ന് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം വളരെ സീരിയസാണ് അതിൽ. ദൈവം വളരെ സീരിയസാണ്. ഞാൻ എപ്പോഴും എന്നോട് കൗൺസിലിങ്ങിനെ ആരെങ്കിലും വിളിച്ച് എന്ത് പ്രശ്നം പറഞ്ഞാലും ഞാൻ ചോദിക്കും, അവസാനം കുർബാനയ്ക്ക് എപ്പോഴാണ് പോയത്? ഫോണിൽ കൂടി കുറേ കോൾ വരുമ്പോഴത്തേക്ക് ഇല്ല, കോയമ്പത്തൂർ കൗൺസിലിംഗ് ഉണ്ട്, അത് എനിക്ക് അനുഭവം കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ്. അവർ പറയും കഴിഞ്ഞ ഞായറാഴ്ച എന്ന്. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ളവരായി മുമ്പിലൊക്കെ ഇരിക്കണം. അപ്പോൾ അവർക്കൊക്കെ അറിയാം, ഞങ്ങൾ അജണ്ട 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം. കൃപാസനം ഗ്രൂപ്പാണെങ്കിൽ ദിവസം കുർബാനയ്ക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. ദൈവമായിട്ട് അടുക്കാനുള്ള മാർഗമാണ്. ദൈവം പറഞ്ഞിരിക്കുക, എന്നോട് ചേർന്ന് നിന്നാൽ നിനക്ക് വിശക്കില്ല. എൻ്റെ വചനം വിശ്വസിച്ച് കഴിഞ്ഞാൽ 2 കാര്യമുള്ളൂ. വിശ്വസിച്ച് കഴിഞ്ഞാൽ നിനക്ക് ദാഹിക്കുകയില്ല. നമുക്കൊക്കെ എല്ലാവർക്കും ദാഹമാണ്. എങ്ങനെ അന്വേഷിച്ച് സ്നേഹത്തിൻ്റെ ദാഹമാണ്. അന്വേഷിച്ച് അത് മക്കളോട് അന്വേഷിക്കും, മാതാപിതാക്കളോട് അന്വേഷിക്കും, സഹോദരന്മാരോട് അന്വേഷിക്കും, കൂട്ടുകാരികളോട് അന്വേഷിക്കും. അവിടെ എല്ലാം നിരാശയാണ് നമുക്ക് കിട്ടുന്നത്. ഏതെങ്കിലും കാലഘട്ടത്തിൽ നമുക്കതെല്ലാം നിരാശയായിട്ട് മാറും. കൂടെ ജോലിക്കാർ, നമ്മുടെ കൂടെ ജോലി ചെയ്യണവർ, കൂടെ താമസിക്കുന്നവരെല്ലാം നമ്മൾ അന്വേഷിക്കും, ഇവൻ എന്നെ സ്നേഹിച്ചെങ്കിലോ ഇവളെന്നെ സ്നേഹിച്ചെങ്കിലോ. പ്രൈസ് ദി ലോർഡ്. ആ ദാഹം അങ്ങനെ ബാക്കി നിൽക്കും. നമുക്ക് ചില സമയത്ത് തോന്നും ഇവരെന്നെ ജീവനേക്കാളും കൂടുതൽ സ്നേഹിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ സ്നേഹം അവിടെ ഒന്നുമില്ല. അത് ഈശോ തന്നെയാണ് സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് അറിയാം നമുക്കെപ്പോഴും സ്നേഹമില്ലാതെ നമ്മൾ ദാഹിച്ച് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിനക്കുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റപ്പെടുത്തില്ല. എന്താ കാര്യമെന്ന് വെച്ചാൽ, നമ്മളെല്ലാം ഒറ്റപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ നമുക്കുണ്ടാകും. പലവരോടും ഇരുന്ന് നമുക്ക് അനുഭവപ്പെടും നമ്മളെ ഒറ്റപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോയുടെ കൂടെ ചേർന്നിരിക്കണം. ഈശോ പറയുക, നീ എന്നിലും എൻ്റെ വചനം നിന്നിലും ഉണ്ടെങ്കിൽ നീ ചോദിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. നീ എന്നിലും എൻ്റെ വചനം നിന്നിലും ഉണ്ടെങ്കിൽ, യോഹന്നാൻ 15:7, ചോദിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കും. ഇതെല്ലാം വാഗ്ദാനമാണ്. ദൈവത്തിന് വാക്ക് തെറ്റിക്കാൻ അറിയില്ല. പിന്നെ അമ്മ എന്താ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 2 കാര്യം. ഒന്നില്ലെങ്കിൽ ഈശോ അതിൽ 2 കാര്യമാണ് പറഞ്ഞിരിക്കണം. ഒന്ന്, നീ എന്നോട് ചേർന്ന് നിൽക്കണം. അത് ഈശോയ്ക്ക് എപ്പോഴും നിർബന്ധമാണ്. കൽപ്പനയിൽ 1ാമത്തെ കൽപ്പനയും എന്നെ മാത്രമേ നീ സ്നേഹിക്കാവൂ. ദൈവത്തിൻ്റെ ദാഹമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കണം. ഞാൻ സ്നേഹിച്ച് കാണിച്ചു കൊടുത്താൽ, കുരിശിൽ ഞാൻ കാണിച്ചു കൊടുത്തതാണ്, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കണം. അപ്പോൾ 2ാമത്തത്, നീ എന്നെ വിശ്വസിക്കുക, എൻ്റെ വിശ്വസിക്കുക. വചനം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നന്മ ദൈവം നമുക്ക് വേണ്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വാഗ്ദാനമാ വചനം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ലോകത്ത് ജീവിക്കാനും ഈശോയുടെ കൂടെ നിത്യമായിട്ട് ജീവിക്കാനുള്ളതെല്ലാം വചനത്തിൻ്റെ അകത്ത് ദൈവം സൂക്ഷിച്ച് ഒളിച്ച് വെച്ചിരിക്കുക. അത് നിനക്ക് മാംസമായി മാറണമെന്നുണ്ടെങ്കിൽ വചനം മാംസം ആണ് ഈശോ. യോഹന്നാൻ 1:14 അത് മാറണമെന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ചേർന്ന് നിൽക്കാൻ ഞാൻ അതുകൊണ്ട് എപ്പോഴും കുർബാനയ്ക്ക് പോകണം. എപ്പോഴും ദിവസവും കുർബാനയ്ക്ക് പോകണം. ദിവസവും കുർബാനയ്ക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ദൈവമായിട്ട് നമുക്കൊരു അടുപ്പം ഉണ്ടാകും, ഈശോ ആയിട്ട് അടുപ്പം ഉണ്ടാകും. കുർബാനയ്ക്ക് പോകുമ്പോഴത്തേക്ക് 2 കാര്യമാണ്. ഒന്ന്, ദിവസം ദൈവം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കും, ഒരു ദിവസം കണ്ടില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായാൽ ദൈവം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വീട്ടിൽ ദിവസം ഒരു പച്ചക്കറിക്കാരനോ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ആ സമയമാകുമ്പോൾ 12 മണിക്ക് വരുന്നത്, ഒരു ദിവസം കണ്ടില്ലെങ്കിൽ നമ്മളറിയാതെ ഗേറ്റിലേക്ക് നമ്മൾ നോക്കാറില്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരെപ്പോലും നമ്മൾ നോക്കുമ്പോൾ ദിവസവും നമ്മളെ സന്ദർശിക്കാൻ, എല്ലാ ഞായറാഴ്ച ആരെങ്കിലും കൂട്ടുകാരെ നമ്മളെ സന്ദർശിക്കാൻ വരുമ്പോഴത്തേക്ക് ഒരു ഞായറാഴ്ച വന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ച് വിളിക്കുക, എന്താ കാണാത്തത്? അവൻ വാക്കൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വന്നോളാമെന്ന്. എന്നാലും
കുറേ ആഴ്ച വന്നു കഴിയുമ്പോഴത്തേക്കും ഒരാഴ്ച വന്നില്ലെങ്കിൽ അമ്മ അന്വേഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ദൈവമായിട്ട് അടുക്കും. രണ്ടാമത്തെ കാര്യം, നമുക്ക് മാതാവിനെ കിട്ടും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാനിന്ന് മാതാവിനെ ലഭിച്ചത് എവിടെ വെച്ചിട്ടാണ്? കുർബാന വെച്ചിട്ടാണ്, കുരിശിൻ്റെ താഴെ വെച്ചാണ് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. ഈശോ സമ്മാനമായിട്ട് നമുക്ക് തരുന്നത് മാതാവിനെ തന്നെയാണ്. മാതാവിനോട് അടുപ്പിക്കുക നമ്മളെ. ഇതാ നിൻ്റെ അമ്മ, കൽപ്പിക്കുക ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ അമ്മയെ ഈശോ കൽപ്പിക്കുക ചെയ്യണം. അവിടെ കുർബാനയെ വെച്ചിട്ട് നമ്മൾ ഈശോയുടെ സ്വന്തം ആകുമ്പോഴത്തേക്ക് അമ്മയെ നമുക്ക് തരുക ചെയ്യണം. അമ്മയായിട്ട് നമ്മൾ അടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് വെറുതെ ഇല്ല കേട്ടോ. ഈശോ ഇങ്ങനെ കാത്തിരിക്കും. കുർബാനയിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ, അതിനേക്കാൾ വലിയ പ്രാർത്ഥന വേറെ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് എനിക്കെങ്ങനെയാണ് മനസ്സിലായതെന്ന് വെച്ചാൽ, ഞാൻ ദിവസവും കുർബാനയ്ക്ക് പോകാറുണ്ട്. അത് പേടിച്ചിട്ടില്ല പോകേണ്ടത്. കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നോ അങ്ങനെ ഒന്നുമില്ല. പേടിച്ചിട്ടില്ല പോകേണ്ടത്. ഈശോനെ അച്ഛനെ തന്നെ കാണണം. കൈമുറിവ്, എൻ്റെ മകൻ ഇങ്ങനെ കാത്തിരുന്ന പോലെ നമുക്ക് പല മുറിവുകളും ഉണ്ടാവും. അതൊക്കെ പുറത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പല സങ്കടങ്ങളും ഉണ്ടാവും. അതെല്ലാം അച്ഛനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാരമില്ലടാ മോനെ, സാരമില്ലടാ മോളെ എന്ന് പറഞ്ഞാൽ ഈശോ അങ്ങോട്ട് അവിടെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സമാധാനമാണ്. പ്ലീസ് ദി ലോർഡ്. അതിനു വേണ്ടി തന്നെയാണ് പോകുന്നത്. ദൈവം കാത്തിരിക്കുക. ഇന്നത്തെ വിശേഷം എന്താ? ഈശോ കാത്തിരിക്കുക നമുക്ക് വേണ്ടിയിട്ട്. നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. പ്ലീസ് ദി ലോർഡ്. കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മളെ ദൈവം. അത് ദിവസവും കുർബാനയ്ക്ക് പോകും. കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ചയുടെ തലേദിവസം പെസഹ വ്യാഴം, അന്ന് ഞങ്ങൾ കൊച്ചിയിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാലത്തെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, ഉച്ചയായപ്പോൾ സ്റ്റാർട്ട് ചെയ്ത്, വൈകുന്നേരം കുർബാനയുണ്ട്. കോയമ്പത്തൂർ ഞങ്ങൾ ഇടവക സെൻറ്റ് ആൻറ്റണീസ് പള്ളിയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ഈ കൂട്ടത്തിലുള്ളവരെല്ലാം സെൻറ്റ് ആൻറ്റണീസ് പള്ളിയാണ്. ഇവിടെ ഉണ്ട്, മുമ്പിലുണ്ട്. അപ്പോൾ അവിടെ 6 മണിക്കാണ് കുർബാന. അപ്പോൾ കുർബാന അന്ന് പെസഹ വ്യാഴാഴ്ച വലിയ ചടങ്ങൊക്കെയാണ്. കാല് കഴുകുന്ന ശുശ്രൂഷ ഒക്കെ ഉണ്ടെന്ന് അന്നത്തെ പ്രത്യേകതയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൊച്ചിയിരുന്ന് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയും എന്തായാലും 5 മണിക്ക് എത്തും. അപ്പോൾ അത് നിർബന്ധമാണ്, കുർബാന കൂടണമെന്ന് നിർബന്ധമാണ്. അന്ന് ഞങ്ങൾ കൊച്ചിയിരുന്ന് സ്റ്റാർട്ട് ചെയ്ത് 4 മണിക്ക് എത്തുന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കാറെടുത്ത് പോവുക. അവിടെ മൊത്തം അന്ന് പ്രതീക്ഷിക്കാതെ ബ്ലോക്കായി. റോഡെല്ലാം ബ്ലോക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്തായാലും കുറേ ലേറ്റായി. എന്തായാലും കുർബാനയ്ക്ക് എത്താൻ പറ്റില്ല. ഇന്നത്തെ ദിവസം മിസ്സാവെന്ന് പറഞ്ഞ് പാലക്കാട് കുർബാന കൂടാമെന്ന് വെച്ച് പാലക്കാട് പള്ളി പോയി. അവിടെ പള്ളിയുണ്ട്, അവിടെ ചന്ദ്രനഗറിൻ്റെ നേരെ പോകുമ്പോഴത്തേക്ക്, ആ സ്ഥലം എനിക്ക് അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഗൂഗിളിൽ ഇട്ടുകൊണ്ട് പള്ളിയിൽ പോയി. അവിടെ പോയപ്പോഴത്തേക്കും അവിടെ അന്ന് അവർ 6 മണിക്കൂർ മുമ്പേ തന്നെ കുർബാന തീർന്നു അവിടെ. പ്രൈസ് ദി ലോർഡ്. സമയം അറിയില്ലായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ 5:30 മണിയായി. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് എന്തായാലും 1 മണിക്കൂർ 1.25 മണിക്കൂർ എടുക്കും. വലിയ വിഷമമായി. 6 മണിക്ക് കുർബാന തുടങ്ങും. എങ്ങനെ വന്നാലും 1 മണിക്കൂർ താമസിക്കും. ഒരു 45 മിനിറ്റ് 1 മണിക്കൂർ താമസിക്കും. എന്നിട്ടും വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൽ അവിടെ വാളയാറൊക്കെ നല്ല ബ്ലോക്കാണ്. പ്രതീക്ഷിച്ച അത്രയും പോകാൻ പറ്റിയില്ല. ഒരു കണക്കിന് പോയപ്പോഴത്തേക്കും മനസ്സിൽ കൊന്തയും ചൊല്ലി പോയാൽ ഈശോടുത്ത് പറയുക, ഇന്നൊരു ദിവസം തെറ്റിച്ചല്ലേ. പ്രൈസ് ദി ലോർഡ്. അതെൻ്റെ തന്നെ പ്രശ്നമാണ്. ഈശോടുത്ത് ക്ഷമയും പറയണത്. സങ്കടമുണ്ട്, വലിയ സങ്കടമാണ്. എനിക്ക് വലിയ സങ്കടമാണ്. ഞാൻ വിചാരിച്ചെങ്കിൽ തലേദിവസം തന്നെ പോകാമായിരുന്നല്ലോ. പല കാര്യം മനസ്സിൽ പറയാം. എൻ്റെ ഫാമിലിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ കുർബാന കൂടാൻ പറ്റിയില്ല. കാത്തിരിക്കുന്ന ദൈവമാണ്. 1 മണിക്കൂർ താമസിച്ച്. എന്തായാലും ഞാൻ പണ്ട് കുർബാന സ്വീകരിച്ച ഒരു മനസ്സിലിങ്ങനെ കരുതി. ഞാൻ ജ്ഞാനസ്ഥാനത്തിന് മുമ്പ് കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്നത് 2.5 കൊല്ലം
മേശപ്പുറത്തിരുന്ന് വീഴുന്നത് പട്ടിക്കുള്ളതാന്ന് പറഞ്ഞ കാനാകാരിയായ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ ജ്ഞാനസ്ഥാനത്തിന് മുമ്പ് കുർബാനയ്ക്ക് പോയിരിക്കും. എന്നിട്ട് കുർബാന കൊടുത്തു കഴിയുമ്പോഴത്തേക്കും താഴത്ത് ചുംബിക്കും. എന്നിട്ട് ഈശോടത്ത് പറയും, താഴെ വീണ് ഏതെങ്കിലും എവിടെയെങ്കിലും കഷ്ണം ഉണ്ടെങ്കിൽ ഞാൻ ചുംബിക്കുന്ന സ്ഥലത്ത് കൊണ്ടൊന്ന് വെച്ച് തരണേന്ന് പറഞ്ഞ് അങ്ങനെ സ്വീകരിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 1 മണിക്കൂർ കഴിഞ്ഞാലും കുഴപ്പമില്ല, എന്തായാലും നേരിട്ട് കുർബാന ഉൾക്കൊള്ളാൻ പറ്റില്ല, നമുക്ക് വേണ്ടി മേശപ്പുറത്തിരുന്ന് താഴെ വീണത് ഈശോടത്ത് ചോദിച്ചു വാങ്ങിക്കാം, എന്തായാലും പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞ് നേരെ പള്ളിയിൽ പോയി. പ്രൈസ് ദി ലോർഡ്. അന്ന് വലിയ ശുശ്രൂഷയാണ്. അവിടുത്തെ ഗ്രൗണ്ട് സ്കൂൾ ഗ്രൗണ്ടിലാണ്, ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. പക്ഷേ വ്യാഴാഴ്ച അപ്പോൾ ഗ്രൗണ്ട് നിറയെ ആൾക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ കൊണ്ടുപോയി വണ്ടി സൈഡിൽ നിർത്തുമ്പോഴത്തേക്ക് ഗ്രൗണ്ടിൽ ഇരുന്ന ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോകും. 1 മണിക്കൂർ താമസിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുർബാന തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മൊത്തം ഈ പ്രാണി കയറിയ ഗ്രൗണ്ടിലെല്ലാം. ഈ മഴക്കാലത്ത് കയറുന്ന ഒരു പ്രാണിയുണ്ട്, ഈയമ്പാറ്റയാണ്, അതിനൊരു ഈയലാ. പ്രൈസ് ദി ലോർഡ്. ഈയൽ, എനിക്കറിയില്ല അത് പ്രാണി. മൊത്തം ഗ്രൗണ്ടിൽ കയറിയിട്ട് കുർബാന തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ നിർത്തേണ്ടി വന്ന് അവിടെ അച്ഛൻ നിർത്തിയിട്ട് പിന്നെ പള്ളിക്കകത്ത് തന്നെ കുർബാന വയ്ക്കാമെന്ന് പറഞ്ഞ് എല്ലാവരെയും പള്ളിക്കകത്ത് കയറ്റുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രൗണ്ട് മൊത്തം ഈശോ ഒരാൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന ദൈവമാണ്. ആ കുർബാന അങ്ങോട്ട് മുടക്കിയിട്ട് 2ാമത് കുർബാന ഞങ്ങൾ കയറുമ്പോൾ 2ാമത് കുർബാന അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, പള്ളി വെച്ചിട്ട്. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, ദൈവമായിട്ട് നമ്മിങ്ങനെ അടുക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ദൈവത്തിന് ആഗ്രഹം. അത് ദൈവം കോംപ്രമൈസ് ഇല്ലാത്ത കാര്യം കുർബാനയിൽ തന്നെയാണ്. കുർബാനയെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പ്രസംഗിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് ദൈവം കോംപ്രമൈസ് ചെയ്തില്ല. എല്ലാവരും ഇറങ്ങിപ്പോയപ്പോഴും ദൈവത്തിന് ഭയങ്കര സങ്കടം. ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന സ്ഥലമാണ് നമുക്ക് വേണ്ടിയിട്ടാണ് ബലി കൊടുക്കുന്നത്. എന്നിട്ടത് നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ. ദൈവമായിട്ട് അടുക്കാൻ, ദൈവ സ്നേഹമാണ്. അവിടെ സ്നേഹത്തിൽ തിളച്ച് നിൽക്കുന്ന സ്ഥലമാണ് കുർബാന. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം കാണിക്കുന്ന സ്ഥലമാണ് കുർബാന. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഞാൻ ജീവനേക്കാളും കൂടുതൽ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ദൈവം അവിടെ വെച്ച് ശ്രദ്ധിക്കും. നമ്മളതൊരു ശീലമായിട്ട് മാറ്റണം. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ദൈവമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് വിശപ്പുണ്ടാകില്ല, 2ാമത് ദാഹിക്കില്ല. അത് നീ വചനം വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വിശ്വാസം വലിയൊരു പ്രശ്നമാണ്. അത് നമുക്കെല്ലാം ഹെബ്രിയ 4:2 വചനത്തിലെല്ലാ വാഗ്ദാനമുണ്ട്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം അത് മെനോക്കാർഡാണ്. നിനക്ക് ആവശ്യം, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം, ഈ ലോകത്ത് ജീവിക്കാൻ ഉള്ള ആവശ്യത്തിനുള്ളതെല്ലാം ദൈവം വചനം വാഗ്ദാനമായിട്ട് നമുക്ക് തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് വാങ്ങിച്ചെടുക്കാൻ പറ്റണം. പ്രൈസ് ദി ലോർഡ്. 2 സ്റ്റെപ്പുണ്ട്. 2 കാര്യം ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഇതൊരു ടിപ്സാണ്, അനുഭവം വഴിയാണ്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വചനത്തിലിരുന്ന് മാംസമായി കിട്ടും. അത് പ്രൈസ് ദി ലോർഡ്. വചനം മാംസമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അതിലിരുന്ന് എടുക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇത് ശീലിക്കണം കേട്ടോ, ഇത് പരിശീലിക്കണം. അതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? വചനം വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, അതിൽ അവർ വിശ്വസിച്ചില്ല. ഹെബ്രിയ 4:2. അപ്പോൾ വചനം വാഗ്ദാനത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രയോജനമായിരിക്കും. വാഗ്ദാനം അവിടെ നിറവേറുകയാണ് ചെയ്യണം. അത് നമുക്ക് വിശ്വാസം ചോർന്നു പോകുന്നത് എവിടെയാ? വിശ്വാസം ചോർന്നു പോകുന്ന കാര്യം എന്താ? നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ
അതിൻ്റെ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് പേടിയാണ്. പ്രൈസ് ദി ലോർഡ്. പേടി വന്നു കഴിഞ്ഞാൽ വിശ്വാസം ചോർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം ചോർന്നു പോകും. വിശ്വാസം ചോർന്നു പോയി കഴിഞ്ഞാൽ ദൈവം നമ്മളുമായിട്ടുള്ള മാധ്യമം വിട്ടുപോകും. അവിടെ വെച്ചിട്ട് പ്രൈസ് ദി ലോർഡ് കണക്ഷൻ വിട്ടുപോകും. 1 യോഹന്നാൻ 4:18. അതുകൊണ്ടാണ് പേടിക്ക് ഞാൻ പലപ്പോഴും ഈ മെസ്സേജിൽ പറയാറുണ്ട്, പേടിക്ക് സ്നേഹത്തിന് സ്ഥാനമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നമ്മൾ സാധാരണ ശ്രദ്ധിക്കുമ്പോൾ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമുക്കൊരു ആക്സിഡൻ്റായി, റോഡ് ആക്സിഡൻ്റായി, ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താ? ചോര കളഞ്ഞു പോകാതെ നോക്കും. പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലുമൊക്കെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് കെട്ടാൻ നോക്കും. പ്രൈസ് ദി ലോർഡ്. ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒറ്റ കാര്യമുള്ളൂ, പേടി വരാതെ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും പേടിക്കരുത്. പേടി വരാതെ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഇന്ന് പ്രാക്ടീസ് ചെയ്തോ, ഈ ഒരു മാസത്തേക്ക് പ്രാക്ടീസ് ചെയ്തോ. എന്തെങ്കിലും പ്രതികൂല സാഹചര്യം വരുമ്പോഴത്തേക്കും പേടി ഇല്ലാതെ നോക്കണം. അത് പേടിയില്ലാതെ നോക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു അസുഖം വന്ന്, ഇല്ല ഡോക്ടർ പറയുകയാണ്, ബ്ലഡ് ടെസ്റ്റിൽ വലിയ ഒരു അസുഖത്തിൻ്റെ കാര്യം പറയുകയാണ്. അപ്പോൾ നമ്മൾ പേടിക്കും. പേടിച്ചു കഴിഞ്ഞാൽ സങ്കടം വന്ന്, ഉത്കണ്ഠ വന്ന്, സംശയം വന്ന്, വിശ്വാസം ചോർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. ഇതാ സംഭവിക്കുന്നത്. നമുക്കൊരു നഷ്ടം വന്ന് അപ്പോൾ പേടിക്കും. പേടിച്ചു കഴിഞ്ഞാൽ ഉത്കണ്ഠ വന്ന്, ഉത്കണ്ഠ സംശയമായി, വിശ്വാസം ചോർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം ഇല്ലെങ്കിൽ ഈശോയ്ക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ഈശോയുടെ സ്വന്തം നാട്ടിൽ പോലും ഈശോ നോക്കുമ്പോഴത്തേക്കും സ്വന്തം നാട്ടുകാരിക്ക് വിശ്വാസമില്ല. അവിടെ ഈശോയ്ക്ക് വലിയ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല അവിടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസം ചോർന്നു പോകുന്നത് ആദ്യം പേടി കൊണ്ടാണ്. അത് പേടി മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രതികൂല സാഹചര്യത്തിൽ പേടി എങ്ങനെയാണ് മാറ്റിയെടുക്കുക? ശ്രദ്ധിക്കണ്ട. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു ടിപ്സാണ്. 2 പോയിൻ്റേ ഞാൻ പറയണുള്ളൂ. ഇത് പ്രാക്ടീസ് ചെയ്തോ. ഈ ഒരു മാസം പ്രാക്ടീസ് ചെയ്തോ. ഇതിന് ഫലം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തമിഴ് പത്രത്തിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, എന്നെ വിളിക്കുക. ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കി, റിസൾട്ടൊന്നും കിട്ടിയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. റിസൾട്ട് കിട്ടിയിരിക്കും. വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ലൂക്ക 8:50. ജൈറസിൻ്റെ മകള് മരിക്കുക ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ജൈറസ് വന്നിട്ട് ഈശോനെ വിളിക്കും, എൻ്റെ മകള് അസുഖമായിട്ട് കിടക്കുകയാണ്, മരണക്കിടയ്ക്ക് കിടക്കുകയാണ്, നീ വന്ന് സൗഖ്യപ്പെടുത്തണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഈശോ പോകുന്ന വഴി തന്നെ ജൈറസിന് ഒരു മെസ്സേജ് കിട്ടും, മകള് മരിച്ച്. ഹല്ലേലൂയ. മകള് മരിച്ചെന്ന് പറയും. എന്നിട്ട് കൂടെ വന്നവരെല്ലാം പറയും, ഈശോനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട, എന്തായാലും മകള് മരിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു പ്രതികൂല സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ എന്താ സംഭവിക്കുക? അവിടെ പേടി വരും, വിശ്വാസം ചോർന്നു പോകും. പേടിച്ചാൽ വിശ്വാസം ചോർന്നു പോകും. പേടിക്കാതിരിക്കാനുള്ള കാര്യമാണ് പറയണം. ഈശോ അവിടെ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
ഈശോ അപ്പം തന്നെ പെട്ടെന്ന് പോവും. ഈശോ ഇത് കേട്ടോണ്ടിരിക്കുക. ഇയാൾക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട്, മകള് മരിച്ച്. പക്ഷേ ഈശോയ്ക്ക് അവിടെ സഹായിക്കണം. ഈശോനെ ഓൾറെഡി വിളിച്ചിരിക്കുക. ഈശോ അവിടെ പഠിപ്പിക്കുക, എങ്ങനെയാണ് വിശ്വാസം നിലനിർത്തി പോകാമെന്നുള്ളത് പഠിപ്പിക്കുക. അപ്പോൾ ഈശോ പെട്ടെന്ന് ജയസിനോട് പോയി പറയും, ഇല്ല, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ വയർന്ന് വരുന്നതെല്ലാം വചനം തന്നെയാണ്. ഈശോ പറഞ്ഞ് ഉറങ്ങിയാണ്. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിയാണെന്ന് അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ മരണം ഉറക്കമായിട്ട് മാറും. അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കൊരു പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കും, ഇതാണ് പോയിൻ്റ്. ശ്രദ്ധിച്ചോ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ കാലാവസ്ഥയും സാഹചര്യം ഇല്ല നോക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തെ മാത്രം ശ്രദ്ധിച്ചേച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ മാത്രം ശ്രദ്ധിച്ചേച്ചാൽ മതി, വിശ്വസിച്ചാൽ മാത്രം മതി. അതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുക. നിന്നെ അന്വേഷിച്ച് പോലീസ് പറയുകയാണ്, നിനക്കെതിരെ കേസായി. പ്രൈസ് ദി ലോർഡ്. ഈശോ പറയാണ്, നീ പേടിക്കേണ്ട, ഞാൻ നിന്നോടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എതിലേക്കാണ് ശ്രദ്ധിക്കണത്, അത് അവിടെ സംഭവിക്കും. നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലീസ് വരെയാണ്, നിന്നെ അറസ്റ്റ് ചെയ്യും. അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പോലീസും വരും, അറസ്റ്റും ആകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നീ പേടിക്കേണ്ട, ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ പേടിക്കേണ്ട, ഞാൻ പേടിക്കേണ്ട, എന്നോടൊപ്പം ഈശോ ഉണ്ട്. ഞാൻ പേടിക്കേണ്ട, എൻ്റെ പേടിമാരും ഈശോ എൻ്റെ കൂടെ ഉണ്ടാകും. പോലീസും വരില്ല, എന്നെ അറസ്റ്റും ചെയ്യില്ല. പ്രൈസ് ദി ലോർഡ്. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അവിടെ ഉറങ്ങിയാണ്. ഈശോ പറഞ്ഞ ഉറങ്ങിയാണ്. അപ്പം മരണത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുകയും ചെയ്യും, വിശ്വാസം പോവും, മരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈശോ പറയാണ് ഉറങ്ങിയാണ്, ഉറങ്ങിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഉറക്കമാണ്. എണീക്കും. കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് എണീക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് എണീച്ച്, അത് അവിടെ മരണത്തെ കണ്ടവരൊക്കെ കരഞ്ഞുകൊണ്ടിരുന്ന് ഈശോ അവരെല്ലാം പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. അവരെ അടുത്ത് വെച്ചുകൊണ്ട് അവരുടെ വിശ്വാസമില്ല, അവിടെ ഉയർത്തിപ്പിക്കാൻ പറ്റിയില്ല ആ കുഞ്ഞിനെ. പ്രൈസ് ദി ലോർഡ്. അത് മത്തായി 14:29 ഈശോ വെള്ളത്തിൽ കൂടി നടന്നു വരും. അവിടെ കൊടുങ്കാറ്റ് വന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക കേട്ടോ. ഈശോ, ശിഷ്യന്മാരെല്ലാം വഞ്ചിയിലാണ്. കൊടുങ്കാറ്റ് വന്ന് അവരെല്ലാം പേടിച്ചിരിക്കുക, ഇപ്പം മരിക്കുമെന്ന് പേടിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൂരെ ഇരുന്ന് ഈശോ വെള്ളത്തിൽ കൂടി നടന്നു വരികയാണ്. അടുത്ത് വന്നപ്പോൾ അവർക്ക് മനസ്സിലായത് ഈശോ തന്നെയാണ്. പത്രോസ് പറഞ്ഞ്, ഈശോയെ, എനിക്കും വെള്ളത്തിൽ കൂടി നടക്കണം, നീ എന്നെ കൂടി വിളിക്ക്. പ്രൈസ് ദി ലോർഡ്. ഈശോ പറയാ, കം. മത്തായി 14:30 ഈശോ പറയാ, നീ വാ, വാ. പ്രൈസ് ദി ലോർഡ്. കം, വാ എന്ന് പറയണത്, നീയും ഇറങ്ങ്, വെള്ളത്തിലേക്ക് ഇറങ്ങ്. അത് ദൈവവചനമാണ്. നീ ഇറങ്ങി നടന്നു വാ, അത് ദൈവത്തിൻ്റെ വചനമാണ്. അതിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ കൂടി നടക്കാൻ പറ്റും. അവിടെ പത്രോസ് ഇറങ്ങി നടന്ന് വാന്ന് പറഞ്ഞപ്പോൾ വായിലേക്ക് ശ്രദ്ധിച്ചപ്പോഴത്തേക്കും, വരാൻ പറഞ്ഞ ഈശോ വരാൻ പറഞ്ഞ ആ വാക്കിലേക്ക് ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് വെള്ളത്തിലേക്ക് കൂടി നടക്കാൻ സാധിച്ച് അവിടെ മുങ്ങിപ്പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വചനത്തിലിരുന്ന് ശ്രദ്ധ മാറി കൊടുങ്കാറ്റിലേക്ക് പോയി. അപ്പോൾ അവിടെ മുങ്ങി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ, കാലാവസ്ഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും പേടിയുണ്ടാകും, വിശ്വാസം പോവും, വചനം നമുക്ക് പ്രയോജനം ചെയ്യില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം ഉള്ള പ്രശ്നം ഇതാ. നമ്മൾ വചനം വായിക്കുകയും ചെയ്യും, കുർബാനയ്ക്ക് പോവും, പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും, എല്ലാം ചൊല്ലും. ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോഴത്തേക്കും അപ്പോൾ ആ പ്രശ്നത്തിലേക്കാണ് നോക്കുന്നത്.
നമുക്ക് വചനം പ്രയോജനം ചെയ്യില്ല, നമ്മൾ പേടിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സിസ്റ്റർ മരിയ സെൽവൻ സിസ്റ്റർ ഉണ്ട്, കോയമ്പത്തൂർ, ഞങ്ങളെ ഗ്രൂപ്പിലുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർക്ക് നമ്പർ കൊടുത്ത് അവരെന്നെ വിളിച്ചായിരുന്നു. ഡയാന എന്ന് പറഞ്ഞൊരു സിസ്റ്ററാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ദിവസം വൈകുന്നേരം സിസ്റ്റർ വലിയ സങ്കടത്തിൽ ഡയാന സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അവർക്ക് നല്ല പ്രായമുണ്ട്, അവർക്ക് 65 വയസ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. വലിയ പ്രതീക്ഷയിലാണ് വിളിക്കുന്നത്. അവർ സിസ്റ്ററാണ്, പിന്നെയും സാധാരണക്കാരനായ എന്നെ വിളിക്കുക, സിസ്റ്റർ പറഞ്ഞിട്ട് വിളിപ്പിച്ച, ഇവിടെ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ വിളിച്ചിട്ട് വലിയ സങ്കടത്തിൽ പറയുകയാണ്, എനിക്ക് ഹാർട്ടിൽ മൊത്തം ബ്ലോക്കാണ്, ഇന്ന് ഡോക്ടർ ആൻജിയോ ചെയ്തിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കണത്. എനിക്ക് ഈ പ്രായത്തിൽ അത് ചെയ്യാൻ നിവർത്തിയില്ല, അതിനുള്ള സാഹചര്യമില്ല. പ്രൈസ് ദി ലോർഡ്. വലിയ വേദനയുള്ള കാര്യമാണ്. ഈ പ്രായത്തിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇല്ലെങ്കിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാളെ ഇത് അവിടുത്തെ തന്നെ വലിയ ഹോസ്പിറ്റലുണ്ട്, ഈ ആൻജിയോ ചെയ്ത ഡോക്ടർ അവിടെ പോയി അഡ്മിറ്റായി ഇമ്മീഡിയറ്റായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുക. എനിക്ക് വലിയ വേദനയുണ്ടെന്നാണ് സിസ്റ്റർ വിളിച്ചത്. എന്നിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞത്, അമ്മയോടൊന്ന് പറയാവോ. പ്രൈസ് ദി ലോർഡ്. എനിക്കത് വലിയ സങ്കടമായിപ്പോയി. അപ്പോൾ അടുത്ത ദിവസം അഡ്മിറ്റായ സിസ്റ്റർ പോയിട്ട് അടുത്ത ദിവസം അഡ്മിറ്റാണ്. ഇന്ന് രാത്രി എന്നെ വിളിക്കുന്നത്. അടുത്ത ദിവസം കാലത്തെ ഓപ്പറേഷന് അഡ്മിറ്റാകണം. അവർക്ക് കുറേ ബുദ്ധിമുട്ടാണ് അവിടെ, പ്രായമായി, പിന്നെ ആ വേദനയും കാര്യവും എല്ലാം കൂടി ആയി വലിയ സങ്കടത്തിലാണ്. ഒരു വലിയ സങ്കടം, അത് അവസ്ഥ എനിക്ക് മനസ്സിലായത്. എന്നിട്ട് ഒറ്റ വാക്ക് പറഞ്ഞ്, അമ്മയോടൊന്ന് പറയാമോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മയോട് പറയാമെന്ന് വെച്ചാൽ, അതാരോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അമ്മയോടുള്ള വിശ്വാസം അതേപോലെ എന്നോട് അമ്മയോട് പറയാമെന്ന് പറഞ്ഞാൽ സിസ്റ്റർ ധരിച്ചിരിക്കുക എനിക്ക് അമ്മയായിട്ട് അടുപ്പമുണ്ട്, എല്ലാവർക്കും അമ്മയായിട്ട് അടുപ്പമുണ്ട്. പക്ഷേ ഒരു നിവൃത്തിയില്ലാതെ അങ്ങോട്ട് പറയുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. സിസ്റ്റർ ഇങ്ങനെ ഫോൺ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ സിസ്റ്ററോട് പറഞ്ഞ് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞ് ഫിലിപ്പിയർ 4-4 അധ്യായം 7 എടുത്ത് സിസ്റ്റർ ഒന്ന് അത് വായിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അത് പരിശുദ്ധാത്മാവ് നിന്നിൽ വരുമ്പോൾ നിൻ്റെ ഹൃദയത്തിനെയും ആത്മാവിനെയും സംരക്ഷിക്കും. അതാണ് വചനം. അതിൽ എനിക്കത് പെട്ടെന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിൽ ഹൃദയത്തെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതിലൊരെണ്ണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല. ഹൃദയത്തെ ഞാൻ വിചാരിച്ച് ഈ പേടി മാറട്ടെ, പേടി മാറാൻ വേണ്ടിയിട്ടാണെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ അകത്ത് ഈശോ വാഗ്ദാനത്തിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്, ഹൃദയത്തെ സംരക്ഷിക്കും എന്ന് പറഞ്ഞൊരു കാര്യം ഒളിച്ചു വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. വചനത്തിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. നമ്മളെ വിശപ്പിനുള്ളത് എല്ലാ വചനത്തിൻ്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിസ്റ്റർ അത് എടുത്തിട്ട് രാത്രി മൊത്തം ഇരുന്ന് ആ ഫിലിപ്പിയർ 4-7 എടുത്ത് അങ്ങോട്ട് വായിക്കുക. വായിച്ച് ഈ വചനം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വായിച്ചുകൊണ്ടിരിക്കണം. വായിച്ച വചനം തന്നെ ഇങ്ങനെ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു ബോധ്യത്തിൽ ദൈവം എന്നോടാ സംസാരിക്കണം, എനിക്ക് വേണ്ടി സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനും കൊന്തയിലും അടുത്ത ദിവസം കുർബാനയ്ക്കോ സമർപ്പിച്ച്, പക്ഷേ അവിടെ സിസ്റ്റർ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ സിസ്റ്ററിന് ഈ അടുത്ത ദിവസം കാലത്തെ അഡ്മിറ്റ് ആകേണ്ടതാണ്, ഓപ്പറേഷന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആകേണ്ടതാണ് എന്നുള്ളത് മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ വചനം വിശ്വാസമാണ്, വചന ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16, അതുപോലെ മാർക്ക് റോമ 10:17. പ്രൈസ് ദി ലോർഡ്. ഈശോനെക്കുറിച്ച് നീ വായിക്കുമ്പോൾ നിനക്ക് വിശ്വാസം ഉണ്ടാകുന്ന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചോർന്നുപോയ വിശ്വാസം, ആ പേടി പതുക്കെ മാറി, വചനം കിട്ടി. അപ്പോൾ സാഹചര്യങ്ങളെ മറന്ന്, അടുത്ത ദിവസം ഓപ്പറേഷൻ ഉണ്ടെന്നുള്ള സാഹചര്യങ്ങളൊക്കെ മറന്ന്
വചനത്തിൽ വിശ്വസിച്ച് നിൻ്റെ ഹൃദയത്തിനെയും മനസ്സിനെയും സംരക്ഷിക്കും. അത് മാത്രം ആ വിശ്വാസം വന്നത്. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. ഒരു ദിവസമേ ഉള്ളൂ, അടുത്ത ദിവസം കാലത്തേ പോകണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത ദിവസം കാലത്തെ സിസ്റ്റർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാകാൻ വേണ്ടി പോയതാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ അഡ്മിറ്റായി. ഒരു ഓപ്പറേഷന് മുമ്പ് രണ്ടാമത് റീചെക്ക് ചെയ്യുമല്ലോ. റീചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ നോക്കുമ്പോഴത്തേക്കും ബ്ലോക്കൊന്നും അവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെ വചനം അവർക്ക് പ്രയോജനം ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ പറഞ്ഞ് നിങ്ങൾക്ക് ഓപ്പറേഷൻ ഇത് എൻ്റെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച സിസ്റ്റർ വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞ കോയമ്പത്തൂർ കൃപാസന മിഷനിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അടുത്ത ദിവസം തന്നെ സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞ് പക്ഷെ കൂട്ടത്തിൽ സാക്ഷ്യം പറയുകയും ചെയ്തത്. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വിശ്വസിച്ചത് ദൈവവചനത്തിലാണ്. നിൻ്റെ ഹൃദയത്തെ സംരക്ഷിക്കും. മറന്നുപോയത് നോക്കാത്തത് സാഹചര്യത്തിലേക്കാണ്. നോക്കാത്തത് മറന്നുപോയത് ആൻജിയോ റിപ്പോർട്ടിലേക്കാണ്. നമ്മളെല്ലാവരും എന്ത് ചെയ്യും? വചനം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആൻജിയോ റിപ്പോർട്ടിനെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പത്രോസ് കണ്ട പോലെ കൊടുങ്കാറ്റിനെ കണ്ടുകൊണ്ടിരുന്ന് ദൈവവചനം നീ വെള്ളത്തിലേക്ക് ഇറങ്ങി നടന്ന് വാ, അതിലേക്ക് വാക്കിലേക്ക് വചനത്തിലേക്ക് ശ്രദ്ധിച്ചപ്പോഴത്തേക്കും വചനം പ്രയോജനം ചെയ്ത് വെള്ളത്തിലേക്ക് താന്നു പോയില്ല. പക്ഷേ സാഹചര്യത്തിലേക്ക് നോക്കിയപ്പോഴത്തേക്കും താന്നു പോവുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് വലിയൊരു കാര്യമാണ്. സാഹചര്യത്തിലേക്ക് ഒരു കാലത്ത് നോക്കരുത്. ഒരു സമയത്തും സാഹചര്യത്തിലേക്ക് നോക്കരുത്. നീ വചനത്തെ ആശ്രയിച്ച് ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിന് പെട്ടെന്ന് അത് ശ്രദ്ധിക്കേണ്ടത് സാധാരണ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഡോക്ടേഴ്സ് പറയാറുണ്ട് എണിച്ച് നീ ഉൾക്കൊണ്ടുകൊണ്ട് ഓടരുത്, ഒരു സ്ഥലത്ത് സമാധാനമായിട്ടിരിക്കണം, എന്നിട്ട് രക്തത്തിലേക്ക് വിഷം കയറാതിരിക്കാൻ നീ ഓടിച്ചാടരുത്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും തന്നെ പൊക്കിക്കൊണ്ടുവരണം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു സഹനം തന്നെ കടിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, പാമ്പ് പോലെ കടിച്ചു കഴിഞ്ഞാലും നീ ഉത്കണ്ഠപ്പെടരുത്. ഒരു കാരണവശാലും ഉത്കണ്ഠപ്പെടരുത്. നീ അപ്പോഴത്തേക്ക് വചനം അന്വേഷിക്കണം. ഈ സാഹചര്യത്തിൽ ദൈവം എന്ത് വചനമോ എനിക്ക് പറഞ്ഞിരിക്കണം, എന്നെ ആശ്വസിപ്പിക്കാൻ എന്ത് വാഗ്ദാനമോ പറഞ്ഞിരിക്കണം. നീ വചനം വായിക്കണം. പ്രൈസ് ദി ലോർഡ്. വചനം വായിച്ചിട്ട് അതിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടിരിക്കുക. ആശ്രയിച്ച് നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഒരു മാസം ഏതെങ്കിലും ഒരു കാര്യത്തിന് അങ്ങനെ ചെയ്തു നോക്കുക. ഇവിടെ കുറേ പേര് മൊത്തം ആൾക്കാർ സാക്ഷ്യം പറയും ഇവിടെ വന്ന്. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മൾ എപ്പോഴും വിശ്വാസം സമ്പാദിച്ചു വെക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കയ്യിൽ 5 രൂപയുടെ വിശ്വാസം ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഒരു 5 ഗ്രാമിൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും. ഒരാവശ്യം വരുമ്പോഴത്തേക്ക് നമുക്കൊരു 50 ഗ്രാമിൻ്റെ ആവശ്യമുള്ളപ്പോൾ 5 ഗ്രാം ഉണ്ടെങ്കിൽ അത് കാണാതെ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംഹരിച്ചു വയ്ക്കണം വിശ്വാസം എപ്പോഴും. നമുക്ക് നല്ല സാഹചര്യത്തിൽ എപ്പോഴും ദൈവം അതിനാണ് കുറേ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറേ അവസരങ്ങൾ നമുക്ക് തരും വിശ്വാസം സമ്പാദിച്ചു വയ്ക്കാനുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ പോയിൻ്റാണ്. ഒന്ന്, വചനത്തെ നോക്കണം, നീ സാഹചര്യത്തെ നോക്കരുത്. രണ്ടാമത്, വിശ്വാസം സംഹരിച്ചു വെക്കണം, ഡെപ്പോസിറ്റാക്കി നീ വെക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യത്തിന് ആ വിശ്വാസം അവിടെ പ്രയോജനപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസം വേണം നിനക്ക്. ദൈവത്തിൻ്റെ വാഗ്ദാനം നിനക്ക് പ്രയോജനം ചെയ്യാൻ, നിനക്ക് പ്രയോജനകരമായിട്ട് മാറാൻ നിൻ്റെ കയ്യിൽ വിശ്വാസം വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ചെറിയ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോഴത്തേക്ക് ആ വിശ്വാസം അപ്പോൾ കാറ്റായിട്ട് പറന്നു പോകും, ചോർന്നു പോകും. അപ്പോൾ അതിന് ചെയ്ത് വെക്കേണ്ടത് ഒരു 10 കിലോ 50 കിലോ 100 കിലോ വിശ്വാസം അങ്ങോട്ട് ചേർത്ത് വെക്കാം. കുറച്ചൊക്കെ ചോർന്നു പോയാലും അത് ബാക്കി ഉണ്ടാകും അവിടെ. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസം വെച്ചിട്ട് നിനക്ക് പ്രയോജനപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. അത് എങ്ങനെയാണ് നമുക്ക് വിശ്വാസം വലിയ വിശ്വാസമാക്കിയിട്ട് ഡെപ്പോസിറ്റ് ആക്കി വയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ് ചെയ്യുക?
അത് അബ്രഹാമും, വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാമും അമ്മ മാതാവിലിരുന്ന് പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. അത് ഹെബ്രിയ 6:15, ഹെബ്രിയ 6-ാം അധ്യായം 15-ാം തിരുവചനം. അബ്രഹാം ക്ഷമയോടെ കാത്തിരുന്ന് അവനിക്ക് വാഗ്ദാനങ്ങൾ അവന് ലഭിച്ചു. ക്ഷമയോടെ കാത്തിരുന്നപ്പോൾ അബ്രഹാമിന് വാഗ്ദാനം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കാൻ പഠിക്കണം ക്ഷമയോടെ. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കാമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കണം. അബ്രഹാമിന് 75 വയസ്സുള്ളപ്പോഴാണ് വാഗ്ദാനം കൊടുത്തത്, നിൻ്റെ ഭാര്യ സാറ കുഞ്ഞിനെ പ്രസവിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് 75 വയസ്സായി കഴിഞ്ഞപ്പോൾ കുഞ്ഞൊന്നുമില്ലാതെ നാട്ടുകാർ, വീട്ടുകാർ എല്ലാവരും നോക്കുന്നവരെല്ലാം കുഞ്ഞില്ല, നീ ദൈവം എന്ന് പറഞ്ഞ് നടക്കണം, നിനക്ക് കുഞ്ഞില്ലെന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം വാഗ്ദാനം പറഞ്ഞപ്പോൾ എന്ന് കുഞ്ഞിനെ കിട്ടുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. വാഗ്ദാനമാണ്, വചനമാണ് ദൈവത്തിൻ്റെ. നിനക്ക് കുഞ്ഞിനെ ലഭിക്കും, അത് വചനമാണ്. ഈ വചനം ലഭിച്ചപ്പോഴത്തേക്ക് സാറ പലവരോടും പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് കുഞ്ഞിനെ കിട്ടാൻ പോയാണ്. പ്രൈസ് ദി ലോർഡ്. വചനമാണ്. പക്ഷേ അടുത്ത കൊല്ലം കുഞ്ഞുണ്ടായില്ല, അതിൻ്റെ അടുത്ത കൊല്ലം ഉണ്ടായിരുന്നില്ല. 10 കൊല്ലം കഴിഞ്ഞപ്പോഴും കുഞ്ഞിനെ കിട്ടിയില്ല. 20 കൊല്ലം കഴിഞ്ഞപ്പോഴും കുഞ്ഞിനെ കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. 24 കൊല്ലം കഴിഞ്ഞപ്പോഴും കുഞ്ഞിനെ കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചിരുന്ന് അബ്രഹാം 25-ാം കൊല്ലമാണ് 100 വയസ്സായപ്പോഴാണ് കുഞ്ഞിനെ കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് അത് വാഗ്ദാനം പ്രയോജനകരമായി മാറും. പ്രൈസ് ദി ലോർഡ്. അത് പ്രതികൂല സാഹചര്യമായിരുന്നു. ദൈവം വാക്ക് കൊടുത്തിരിക്കുക, നിനക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന്. നമുക്കും ദൈവം വാക്ക് കൊടുത്തിരിക്കുക, എന്ന് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, നിനക്ക് വിശപ്പുണ്ടാവില്ല, നിൻ്റെ കൂടെ ചേർന്നിരിക്കുക, നിനക്ക് ദാഹിക്കില്ല, നീ വചനത്തിൽ വിശ്വസിക്കുക, നീ എന്ത് ചോദിച്ചാലും ലഭിക്കും, നീ എന്നിലും എൻ്റെ വചനം നിന്നിലും ഉണ്ടെങ്കിൽ എന്ത് ചോദിച്ചാലും ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അമ്മ എന്താ കാര്യമെന്ന് വെച്ചാൽ, ഈ വചനം വായിച്ച് കണ്ണും പൂട്ടി വചനം വായിച്ച് കണ്ണു തുറക്കുമ്പോഴത്തേക്ക് ആ സാഹചര്യം മാറണമെന്നാണ് അമ്മ വിശ്വസിക്കുന്നത്. എവിടെ എൻ്റെ ഉത്തരം? എനിക്കെന്താ പ്രയോജനം കിട്ടാത്തത്? അങ്ങനെ പെട്ടെന്ന് പ്രയോജനം കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് പ്രയോജനം കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ വിശ്വാസം, നിനക്ക് ആ പ്രാർത്ഥനയും നീ വചനത്തിൽ വിശ്വസിച്ചത് വഴി നിനക്ക് കിട്ടിയ വിശ്വാസം 5 ഗ്രാമായിരിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എപ്പോൾ വേണമെങ്കിലും അത് ചോർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. നീ ശ്രദ്ധിക്കേണ്ടത്, നിൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളുണ്ട്, പല നിയോഗത്തിനും ഉത്തരം ലഭിക്കാത്ത കാര്യങ്ങളുണ്ട്. അതെല്ലാം നീ വിശ്വാസത്തോടെ, വാഗ്ദാനത്തോടെ, ഈശോയുടെ വാക്കിൽ ക്ഷമയോടെ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്ഷമയോടെ കാത്തിരിക്കുക. അത് നിനക്ക് എന്തായാലും ലഭിക്കും, അത് ഉറപ്പാണ്. അതിൻ്റെ കൂടെ നിനക്കൊരു 50 കിലോ, 100 കിലോ, 1000 കിലോ വിശ്വാസവും അതിൻ്റെ കൂടെ നിൻ്റെ ജീവിതത്തിലുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അത് അബ്രഹാം ഒരിക്കലും അടുത്ത കൊല്ലം കുഞ്ഞിനെ കിട്ടാത്തപ്പോൾ, 10 കൊല്ലം കഴിഞ്ഞ് കുഞ്ഞിനെ കിട്ടാത്തപ്പോൾ, 15 കൊല്ലം കഴിഞ്ഞ് കുഞ്ഞിനെ കിട്ടാത്തപ്പോൾ ദൈവത്തിനെ തള്ളിപ്പറഞ്ഞില്ല. ദൈവം വെറുതെ പറഞ്ഞാണെന്ന് ധരിച്ചില്ല. വേറെ ദൈവത്തെ അന്വേഷിച്ച് പോയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്. നമുക്കെല്ലാം ഉള്ള പ്രശ്നം, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ധ്യാനം കൂടും, ഉടമ്പടി എടുക്കും. പ്രൈസ് ദി ലോർഡ്. പലവരും സാക്ഷ്യം പറയും, എനിക്ക് ഉടമ്പടി എടുത്തോടണ ഇല്ല, ദൈവത്തെ ധ്യാനം കൂടിയോടണ ഒരു ദിവസം കൊണ്ട് ഈ കാര്യം നടന്നു കിട്ടി, ഒരാഴ്ച കൂടെ കാര്യങ്ങൾ നടന്നു കിട്ടി. എൻ്റെ ജീവിതത്തിൽ 3 മാസമായിട്ട് 6 മാസമായിട്ട് നടന്നിട്ടില്ല. ഞാൻ അപ്പം വിടും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന അവസാനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഓർക്കുക, ദൈവം അതിനേക്കാൾ, നീ ചോദിച്ചതിനേക്കാളും ഉപരി വലിയ കാര്യങ്ങളാണ് നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ദൈവം വാഗ്ദാനം നിനക്ക് നിറവേറും, അത് കിട്ടിയിരിക്കും. പക്ഷെ അതിൻ്റെ കൂടെ നിനക്ക് കുറേ അധികം വിശ്വാസം വേണം. ഇനി ഭാവിയിൽ നിനക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലാം നിനക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ഈ വിശ്വാസം നിനക്ക് പ്രയോജനപ്പെടും. വചനം നിനക്ക് പ്രയോജനകരമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ
നിനക്ക് വിശ്വസിക്കണം, വിശ്വാസം നിൻ്റെ കൂടെ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവ് ലൂക്ക 1:33 ദൈവം പറയുകയാണ്, നിൻ്റെ മകൻ്റെ രാജ്യത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മയോട് പറയുക, ഈ മകന് ഇവൻ വലിയവനാണ്, ഒരിക്കലും ഇവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞതിന് ശേഷം ജീവിതത്തിൽ കാണുന്നതെല്ലാം പ്രതികൂല സാഹചര്യമാണ് അമ്മ കാണുന്നതെല്ലാം. പ്രൈസ് ദി ലോർഡ്. അവസാനം വരെ, അവസാനം കുരിശിൻ്റെ അടിയിൽ വരെ കുരിശി കിടക്കുക ഈശോ. പുറമേ ഇരുന്ന് കാണുന്നവർക്ക് ഇതെല്ലാം അവസാനിച്ച്, ഇതോടെ അവസാനിച്ച്, ഒരു വസ്ത്രം പോലും ഇല്ലാതെ ഈശോ കുരിശി കിടക്കുക, എല്ലാം അവസാനിച്ച് മരിക്കാൻ പോയ. പ്രൈസ് ദി ലോർഡ്. അമ്മ ക്ഷമയോടെ കാത്തിരുന്ന്, എന്തിലാശ്രയിച്ചാണ് കാത്തിരുന്നത്? ലൂക്ക 1:33 ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇവൻ്റെ രാജ്യത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാകില്ല. ആ വിശ്വാസം, അത് വചനം നിറവേറി. ഒരിക്കലും ഇന്ന് വരെ ഈശോയുടെ രാജ്യത്തിന് അവസാനമില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ വിശ്വാസം അത്. അമ്മ വിശ്വസിച്ച് വാഗ്ദാനം അവിടെ നിറവേറി. ഈശോയുടെ രാജ്യത്തിന് ഒരിക്കലും അവസാനമില്ല, ഒരിക്കലും അവസാനം ഉണ്ടാകാൻ പോകണില്ല. പ്രൈസ് ദി ലോർഡ്. അത് അമ്മയുടെ വിശ്വാസമാണ്. അമ്മയുടെ വിശ്വാസം അത് വാഗ്ദാനം നിറവേറുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്, അത് അമ്മയുടെ വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മയാണ് അവിടെ വിശ്വസിച്ചത്. അമ്മ അവിടെ സംശയിച്ചെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ വേറെയായിരുന്നേനെ. അമ്മ അവിടെ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളും വാഗ്ദാനത്തിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ക്ഷമയോടെ കാത്തിരിക്കുക. നിൻ്റെ കൺമുമ്പിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാവും. എല്ലാം അവസാനിച്ചെന്ന് നിനക്ക് തോന്നിക്കാം. പക്ഷെ നീ കാത്തിരിക്കേണ്ടത് വചനത്തിലാണ്. എൻ്റെ ഈശോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഈ ലോകാവസാനം വരെ നിൻ്റെ കൂടെ ഉണ്ടാവും. നീ പേടിക്കേണ്ട. എൻ്റെ ഈശോയാ പറഞ്ഞിരിക്കണം. ഈശോയ്ക്ക് വാക്ക് തെറ്റിക്കാൻ അറിയില്ല. അത് നീ വിശ്വസിക്ക്. എന്ത് തന്നെ സംഭവിച്ചോട്ടെ, നിൻ്റെ വീട് ജപ്തായി പോയിക്കോട്ടെ, നീ റോട്ടിൽ കിടന്നോട്ടെ, എല്ലാം നഷ്ടപ്പെട്ടോട്ടെ, പക്ഷെ നീ വചനത്തിൽ ആശ്രയിച്ച് നിൽക്കുക. വചനം നിനക്ക് പ്രയോജനമായിരിക്കും. വാഗ്ദാനം നിനക്ക് നിറവേറും. അത് നിനക്ക് വാഗ്ദാനം നിനക്ക് പ്രയോജനമായിരിക്കും. വാഗ്ദാനം നിറവേറും. അവസാനം നീ കാത്തിരിക്കുമ്പോൾ നിനക്ക് അതിൻ്റെ കൂടെ വാഗ്ദാനം നിറവേറെ മാത്രമില്ല, നിനക്ക് കുറേ വിശ്വാസം അങ്ങോട്ട് വിട്ടു. ഹെബ്രിയ 6:15 ക്ഷമയോടെ കാത്തിരിക്കുക, നിനക്ക് വാഗ്ദാനം ലഭിക്കുക ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ നിന്നീ ഭാഗ്യവതിയും ഭാഗ്യവാന്മാരുമായി തീരും. ലൂക്ക 1:45 വാക്ക് ഈശോയുടെ വചനം നിറവേറുമെന്ന് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഈ ലോകമെല്ലാം അവസാനിച്ചോട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദാനം അവസാനിക്കില്ല. നീ നിൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നീ നിൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കും. നീ നിൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിൻ്റെ വാക്ക് നിറവേറുന്നത് നീ അതിൽ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിന്ന് കഴിയുമ്പോൾ അത് നീ നിൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അടുത്ത് എല്ലാത്തിനും ഉത്തരവുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും ഉത്തരവുണ്ട്. ഈ ഒരു മാസം മുമ്പ് ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നിരുന്ന്, ഒരച്ഛനും 2 മക്കളാണ്, പെൺകുട്ടികളാണ്. ഒന്ന് +2 പഠിക്കുകയാണ്, ഒന്ന് 2 മിനിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് തീർക്കാം. ഒരു കൊച്ച് കോളേജിൽ പഠിക്കുക. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ അമ്മ എന്തോ പ്രശ്നമാണ്, അവരുടെ കുടുംബത്തിൽ പ്രശ്നമാണ്, വലിയ സ്നേഹമുള്ള കുടുംബമാണ്. ഒരു സാഹചര്യത്തിൽ അത് ആക്സിഡൻ്റാണോ തീ കത്തിച്ചാണോ എന്ന് അറിയില്ല, തീ കത്തിച്ചങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. ഈ 2ാമത്തെ കുഞ്ഞിൻ്റെ കൺമുമ്പിലാണ് അമ്മ കത്തുന്നത് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. കത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ ഇരുന്ന അമ്മ മരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വലിയ സ്നേഹമുള്ള 2 പെൺകുട്ടികളാണ്. അമ്മയെന്ന് പറഞ്ഞ ജീവനാണ് ഇതിന്. പ്രൈസ് ദി ലോർഡ്. ഭർത്താവ് വീട്ടിലില്ല ആ സമയത്ത്, മൂത്ത മോളും ഇല്ല. ഈ ഇളയ കൊച്ചിനെ അത് സഹിക്കാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്.
ആരോ പറഞ്ഞിട്ട് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന്, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്ന് എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നപ്പോൾ അച്ഛനും മകളും കൂടി കരച്ചില. പ്രൈസ് ദി ലോർഡ്. അമ്മ ഈ തീയെല്ലാം കത്തി മരിക്കണതിന് മുമ്പ് പറയുക, എനിക്ക് എൻ്റെ മക്കളെ വിട്ട് പോകാൻ മനസ്സില്ല, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. ഇതൊക്കെ ഈ കുഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞ് ഡിപ്രഷനിലേക്ക് പോയി. ഇവർ രണ്ടുപേരും കരയുക, ഞങ്ങൾ എന്ത് ചെയ്യും? ഈശോയുടെ അടുത്ത് ഇതിന് ഉത്തരവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിവിടെ ഇരുന്നപ്പോൾ അതിനെ എന്തെങ്കിലും പറഞ്ഞു വിടണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ചേച്ചി, കോളേജിൽ പഠിക്കുന്ന ചേച്ചി കറിയുക, എൻ്റെ അനിയത്തിയെ എനിക്ക് സമാധാനിക്കാൻ പറ്റണില്ല, അതിനെ കാണുമ്പോഴാണ് എനിക്ക് സങ്കടം. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റണില്ല, ഞങ്ങൾക്ക് മരിക്കണമെന്നാണ് പറയണത് ഇവർ രണ്ടുപേരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈശോടത്ത് ചോദിച്ചിട്ട് വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഗോഡ് ഹാസ് റൈസൺ, ദൈവം ഉയർത്തെണിച്ചിരിക്കുക. അപ്പോൾ എനിക്ക് ധൈര്യം കിട്ടി. ഞാൻ പറഞ്ഞ ഒരിക്കലും നിൻ്റെ അമ്മ മരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അത് നിൻ്റെ ഈശോ അത് വെളിപ്പെടുത്തി തരും. ഇന്ന് നിൻ്റെ അനിയത്തി കൊച്ചിനോട് പറയണം, വേറെ എന്ത് പറഞ്ഞാലും അതിന് സമാനമാകില്ല. ഇന്ന് രാത്രി ഈശോ അതിൻ്റെ അമ്മേനെ അത് മഹത്വത്തിൽ കൂടി, മഹത്വമുള്ള മുഖത്തോടെ കൂടി അതിൻ്റെ അമ്മേനെ അതിനെ കാണിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നീ പറഞ്ഞു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിന് അമ്മേനെ കാണാൻ പറ്റും. അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിന് സമാധാനം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് ഇതേപോലെ അടുത്ത ആഴ്ച അവർ വന്ന്, ഇതേ ഞങ്ങളുടെ മുമ്പിൽ ആൾക്കാരുണ്ട്, ഇവിടെ വന്ന് സാക്ഷ്യം പറയുക. അന്ന് രാത്രി പ്രൈസ് ദി ലോർഡ് ഈശോ കാണിച്ചു കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഈശോ കൊടുത്ത് എല്ലാത്തിനും ഉത്തരവുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മാർക്ക് 16:20 വചനം പറയുമ്പോൾ, നീ ഈശോയുടെ വചനമാണ് പറയണത്. സുവിശേഷം പറയുമ്പോൾ ദൈവം അത് അടയാളങ്ങൾ വഴി അതിനെ സ്ഥിരീകരിക്കും. മാർക്ക് 16:26 ദൈവത്തിൻ്റെ അടുത്ത് എല്ലാത്തിൻ്റെയും ഉത്തരവുണ്ട്. ആ കുഞ്ഞിൻ്റെ ആ വിഷമം അതോടെ മാറി. എല്ലാ ആഴ്ചയും അവർ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീ ശ്രദ്ധിക്കേണ്ടത് സാഹചര്യത്തിലേക്കില്ല, നീ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലേക്കാണ്. ക്ഷമയോടെ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്.